ചോറ്റാനിക്കരയില് പെൺകുട്ടി കഴുത്തിൽ കയറ് കുരുങ്ങി അവശനിലയിൽ കണ്ടു. സുഹൃത്ത് അറസ്റ്റിൽ. ഞായറാഴ്ച ഉച്ചയ്ക്കാണ് ഈ സംഭവം അറിയുന്നത്. ചോറ്റാനിക്കര വീട്ടിലെ ഒരു പെൺകുട്ടി, 20 വയസ്സുള്ള കുട്ടി, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. കോവിഡിന് ശേഷം ആ പെൺകുട്ടിയുടെ ജീവിതം മാറി മറിഞ്ഞു. മാതാപിതാക്കൾ ഇവളെ പേടിച്ച് ആ വീട് വിട്ടുപോയി. ഇവള് വീട്ടിൽ ഒറ്റയ്ക്ക് താമസമാണ്. പല സുഹൃത്തുക്കളും കൂട്ടുകാരായിട്ടുണ്ട്. അവർ വന്നു പോകും. വീട്ടിലെ അന്തരീക്ഷമൊക്കെ മാറി. ജീവിത രീതി അലക്ഷ്യമായ അതായി മാറി. ഒരു അലക്ഷ്യ ജീവിതം തന്നെ നടക്കുകയാണ് ആ വീട്ടിൽ. പല സുഹൃത്തുക്കളും വന്നു പോകുന്നുണ്ട്. ഡ്രഗ്സിന് അടിമയാണ് കുട്ടി. ഇപ്പോൾ അവിടെ കാണുന്നത് അർത്ഥനഗ്നയായിട്ടാണ്. കൈവിരൽ ഞരമ്പ് മുറിച്ചിട്ടുണ്ട്. കഴുത്തിലൊരു കയറ് കെട്ടിയിട്ടുണ്ട്. സോഫയിലാണ് കിടക്കുന്നത്. ഈ പെൺകുട്ടിയെ അവസാനം സന്ദർശിച്ച സുഹൃത്തിനെ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ ജീവിത രീതി അത് അലക്ഷ്യമായ ഒരു ജീവിത രീതിയായിരുന്നു. പല ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അവരവിടെ വന്നു പോകുമായിരുന്നു. അനിഷ്ട സംഭവം ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മാതാപിതാക്കൾ അവിടെ നിന്ന് മാറി വേറെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഈ വീട്ടില് നിന്നാൽ അപകടം ഉണ്ടാവുമെന്ന് അവർക്കറിയാം. പെൺകുട്ടി യഥേഷ്ടം മാതാപിതാക്കൾ പറയുന്നതൊന്നും അനുസരിക്കാതെ ഒറ്റയ്ക്കുള്ള ജീവിതമാണ്. പല സുഹൃത്തുക്കളും ഉണ്ട്. ഇപ്പം കാണപ്പെട്ട ഈ രൂപം, അർത്ഥനഗ്നമായി കിടക്കുന്ന ആ രൂപം, പെൺകുട്ടിയുടെ അമ്മ രണ്ടാനമ്മയാണെന്ന് തോന്നുന്നു. അവർ വന്നപ്പോഴാണ് ഇത് കാണുന്നത്. പോലീസ് അറിയിച്ച് പോലീസ് രംഗത്ത് വന്നു. എറണാകുളത്തെ ഒരു ഹോസ്പിറ്റലിലെ അതീവ ഗുരുതാവസ്ഥയിൽ ഇവർ കിടക്കുന്നുണ്ട്. കുട്ടിയുടെ കയ്യിലെ ഞരമ്പ് മുറിച്ചിട്ടുണ്ട്. തന്നെ മുറിച്ചോ വേറെ ആരെങ്കിലും മുറിച്ചോ എന്നറിയില്ല. ആ ഞരമ്പ് മുറിച്ചെടുത്ത് രക്തം തളം കെട്ടി കിടപ്പുണ്ട്. ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടുണ്ട് കയ്യിലെ. പക്ഷെ അവിടെ ഉറുമ്പ് കൂട്ടം കൂടി അത് നുണയുന്നുണ്ട്. കാരണം നമുക്കറിയാം, ആത്മഹത്യ ചെയ്താലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പരിക്കേറ്റ് കിടക്കുമ്പം അവിടെ ഈച്ചയും ഉറുമ്പും ആദ്യം ഓടിയെത്തും. സമയം നീങ്ങും തോറും, സമയം മുന്നോട്ട് പോകും തോറും അവിടെ ഈച്ചകൾ കൂടും, കറുത്ത ഈച്ചകൾ കൂടും. അതോടൊപ്പം തന്നെ വലിയ കറുത്ത എറുമ്പുകൾ എവിടുന്നോ വന്ന് കൂടും. അത് തന്നെയല്ല, നീറ് കൂട്ടം കൂടി വരും. ആള് ചലനമറ്റ് പരിക്കേറ്റ് കിടക്കുമ്പം, രക്തം വാർന്ന് കിടക്കുമ്പം അവരെ ചുറ്റുവട്ടത്തിലും മുഴുവൻ ഇതുപോലുള്ള ചെറുജീവികളും ജന്തുക്കളും പെട്ടെന്ന് വന്ന് അണയും. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ പെൺകുട്ടിയുടെ കയ്യിലെ വെയ് മുറിച്ചിരിക്ക് അവിടെ രക്തം മാർന്നിട്ടുണ്ട്. അവിടെ ഉറുമ്പും കൂട്ടം കണ്ടതുകൊണ്ട് ആ കിടക്കുന്ന അവസ്ഥയായിട്ട് കുറെ നേരമായി, കുറെ മണിക്കൂറായി എന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും. ഏതായാലും വളരെ അവശനിലയിലും അതീവ ഗുരുതാവസ്ഥയിലും രക്തം മാർന്ന് വളരെയധികം പോയിട്ടുള്ളത് കൊണ്ട് പെൺകുട്ടി ഇപ്പം സ്വകാര്യ ആശുപത്രിയിൽ കൊച്ചിയിലെ വെന്റിലേറ്ററിൽ തന്നെയാണ്. എന്തായാലും ഇതുപോലുള്ള ധാരാളം പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അവർ യഥേഷ്ടം സ്വച്ഛമായ ജീവിതം നയിക്കുകയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിത രീതി നയിക്കുന്നത് തീർച്ചയായിട്ടും സമൂഹത്തിന് ആപത്താണ്, അവർക്കും ആപത്താണ്. നമ്മൾ കുടുംബാന്തരീക്ഷ ചിട്ടവട്ടയോടെ ഇതുപോലെ ഒരു സാംസ്കാരിക നിലവാരത്തിൽ എത്താൻ കാരണം ഈ രീതിയിലുള്ള അനുഭവങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കുണ്ടായത് കൊണ്ട് പതുക്കെ പതുക്കെ സാംസ്കാരികമായി നമ്മൾ ഉന്നതിയിൽ വന്ന് അപ്പനും അമ്മയും മക്കളും എല്ലാം ഒരു കൂരയ്ക്ക് കീഴിൽ വന്ന് അതിന് ചില ഡിസിപ്ലിന്, ചില സംസ്കാരങ്ങൾ, ചില പെരുമാറ്റങ്ങൾ എല്ലാം വീട്ടിലുണ്ടാവും. ചില വരുമാന മാർഗങ്ങൾ വീട്ടിലെ അംഗങ്ങൾ ഒത്തൊരുമിച്ച് നിന്ന് പോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞു. കേരളത്തിൽ മുഴുവൻ എല്ലാ കുടുംബങ്ങളിലും ഇതുപോലെയുള്ള സന്തതികൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് തീർച്ചയായിട്ടും സമൂഹത്തിനും കുടുംബത്തിനും ആപത്താണ്. മാതാപിതാക്കൾ ഈ കുട്ടിയുടെ ചെയ്തികൾ കാരണം കോവിഡിന് ശേഷം എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ 20 വയസ്സുള്ള ആ കുട്ടി അന്ന് തീർച്ചയായിട്ടും ഒരു 15 വയസ്സേ കാണുള്ളൂ. അന്ന് മുതലേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വതന്ത്രമായ ജീവിതത്തിലേക്ക്
എടുത്തു ചാടി. അത് പേടിച്ച് ഇവളുടെ പ്രവൃത്തി കണ്ട് മാതാപിതാക്കൾ അവിടുന്ന് ഓടി ഒളിച്ചു എന്നേ പറയേണ്ടിയിരിക്കും. ഏതായാലും ചോറ്റാനിക്കര പോലീസ് ഇപ്പം കേസ് രജിസ്റ്റർ ചെയ്ത് അതിലേക്ക് ആ ആൺ സുഹൃത്തിനെ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. അയാളെ ചോദ്യം ചെയ്ത ശേഷം ആരൊക്കെയാണ് അവിടെ വന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നന്നായിട്ട് ഇവളെ ആരോ മർദ്ദിച്ചിട്ടുണ്ട്. മർദ്ദനം കൊണ്ടാണ് അവശനിലയിൽ നിന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മറ്റൊരു കാര്യം, കഴുത്തിൽ കാണുന്ന കയറ് ഇവള് സ്വയം ഇട്ട് പൊട്ടി വീണതാണോ അതോ ആരെങ്കിലും കഴുത്തിൽ കയറിട്ട് മുറുക്കിയതാണോ, അതൊക്കെ അന്വേഷണം വരേണ്ടിയിരിക്കുന്നു. ഒരാളെ ഇപ്പം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊതുധാരയിൽ നിന്ന് മാറി അലക്ഷ്യമായി ജീവിക്കുന്ന, ഇൻഡിപെൻഡൻ്റായി ജീവിക്കുന്ന ചെറുപ്പക്കാരും പ്രായമുള്ളവരും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ധാരാളമായി മുളച്ചു പൊന്തിക്കഴിഞ്ഞു. നമ്മുടെ കേരളത്തിന്റെ സമൂഹത്തിന് ത്രെട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ധാരാളം ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഡ്രഗ്സിന് അടിമയും അമിതമായ പണം വന്നു ചേരുമ്പം അതനുസരിച്ചുള്ള ജീവിത രീതികളെ താളം തെറ്റിയുള്ള ജീവിത രീതിയിലേക്ക് മലയാളികൾ സഞ്ചരിക്കുന്നതിന്റെ ലക്ഷണം തന്നെയാണ് ചോറ്റാനിക്കരയിൽ ഇപ്പം നമ്മൾ കാണുന്ന ഈ പെൺകുട്ടിയുടെ അവസ്ഥ.